സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി വിളിക്കട്ടെ. ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിലെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ 32 തുടങ്ങി 36 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ നടുവിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ അപകടമുണ്ട്. ഇതൊരിക്കലും അവസാനിക്കില്ല, ഇതെന്നും നിലനിൽക്കുമെന്ന്. ഈ ഒരു മിഥ്യാധാരണയിലാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ മറക്കാൻ, നമ്മുടെ സഹോദരങ്ങളെ മറക്കാൻ, നമ്മുടെ ദൈവത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അലസത കാണിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നത് അല്ലെങ്കിൽ പ്രലോഭിതരാകുന്നത്. സദാ ജാഗരൂകതയോടുകൂടെ ദൈവമേ നിൻ്റെ തിരുവിഷ്ടം നിറവേറ്റി സദാ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നിൻ്റെ വരവിനായിട്ട് പാർത്തിരിക്കുന്ന ഉണർവുള്ള ദാസന്മാരെ പോലെ നിൻ്റെ മക്കളായിരിക്കാനായിട്ട് നീ കരുണ കാണിക്കണേ. കർത്താവേ, നീ പൗരോഹിത്യൻ്റെ കൃപയിൽ ഞങ്ങളെ അഭിഷേചിച്ചിരിക്കുന്ന നിൻ്റെ വരദാനങ്ങൾ, നിൻ്റെ കുരിശിൻ്റെ വലിയ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോപണത്തിലുമൊക്കെ നീ സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വലിയ രക്ഷാകര നിധികളിലെ നിൻ്റെ മക്കൾക്ക് നൽകുന്ന ഈ ആശീർവാദത്തെ കൈക്കൊണ്ട് അവിടെ ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, ഇവിടെ സങ്കടങ്ങൾ, ആകുലതകൾ, അവിടെ ആവശ്യങ്ങൾ, അവശതകൾ, എല്ലാറ്റിലും നിൻ്റെ തിരുവുള്ള പ്രകാരം കരുണ കാണിച്ച് ഞങ്ങൾ ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. വളരെ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുന്നത്. 46-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതനായവന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആനന്ദം നൽകുന്ന ജീവനദിയാണ്. പ്രിയ സഹോദര സഹോദരി, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവാകുന്ന ഈ ആത്മനദി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും ഒഴുകി അവിടെയെല്ലാം സ്വർഗത്തിന്റെ ആനന്ദം നിറയുവാൻ? എങ്കിൽ നമുക്ക് അല്പസമയം ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാനായിട്ട് വരിക. കരങ്ങളടിച്ച് കരഘോഷത്തോടെ എല്ലാവരും ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ, നദി എന്നിലേക്ക് ഒഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ, കർത്താവ് എന്താ ചെയ്തേ? ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ, ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി. ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവമുണ്ട്? പരിശുദ്ധാത്മാവിനെ തൊടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ നിറയുമ്പോൾ പുതിയൊരു ശക്തി എന്നിലേക്ക് അനുനിമിഷം ആ സ്വർഗീയ ആനന്ദത്തിൽ നിറഞ്ഞുകൊണ്ട് ആത്മനദി എന്റെ മുട്ടോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? ആത്മനദി എന്റെ ശിരസോളമേറ്റി പാദങ്ങൾ തറയിൽ
ഉറയ്ക്കാതെയാ. ആത്മനദി എന്റെ ശിരസോളമേ ആരെങ്കിലും ഇരുവശങ്ങളിലേക്ക് അടിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ആ മൂവിങ്ങിൽ ദേഹത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മനദിയില്ല. ഞാൻ നീന്തി കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മനദി എന്നിലെ ഒഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ. ആത്മനദി എന്നിലേക്ക് ഒഴുകട്ടെ ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് തുള്ളിച്ചാടി പാടിയ േകത്തിനുതെല്ലും ഭാരമില്ലാതായി. ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി. ഭാവരങ്ങളാൽ ദൈവ സ്നേഹത്താൽ ഓരോ മക്കളെ നിറയ്ക്കണമേ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗം പകരുന്ന ഈ അഭിഷേകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആത്മനദിയുടെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. ആത്മനദിയായി ജീവനദിയായി ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലോട്ടും വരിക വരിക. ഹല 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 ഹല. ഈ അഭിഷേക നദിയിൽ ഹൃദയത്തിന്റെ ഭാരങ്ങള്, ജീവിതത്തിന്റെ നൊമ്പരങ്ങള്, അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങള് എല്ലാം നിർവീര്യമാകട്ടെ. ഹല 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 ഹല. സ്വർഗത്തിന്റെ ആനന്ദം വെളിപ്പെടട്ടെ, കുഞ്ഞുമക്കളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുസരണക്കേടുകൾ, എതിർ വാക്കുകൾ, എതിർ ചിന്തകൾ, മന്ത്രവാദ കൂടത്തിൽ ആഭിചാര ശക്തികളുടെ സ്വാധീനങ്ങള് കുടുംബങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് വിഴുമാറ്റപ്പെടട്ടെ. Holy Spirit move. ഒരിക്കൽ കൂടെ കരമുയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കും മക്കളെ. വരിക വരിക വരിക. ഭൂഖണ്ഡങ്ങളിലോട്ട് വരിക, ലോക ജനതകളിലോട്ട് വരിക, ലോക രാജ്യങ്ങളിലോട്ട് വരിക, ആഗോള സഭയിലോട്ട് വരിക, ഭാരത സഭയിലോട്ട് വരിക, കേരള സഭയിലോട്ട് വരിക. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങ് പകർന്നു നൽകിയ എല്ലാ സൗഖ്യങ്ങൾക്കായി നന്ദി. അങ്ങ് നൽകിയ അഭിഷേകത്തിനായി നന്ദി. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകല വിശുദ്ധരെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്ക്. നമ്മുടെ കർത്താവിന്റെ പ്രബോധനങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രബോധനമാണ് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-23 വചനങ്ങളിലൂടെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നമ്മുടെ ജീവിതങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ഇരുട്ടിലേക്ക് നയിക്കുവാൻ നമ്മുടെ കണ്ണിന് കഴിയും. ദൈവത്തിന്റെ മാനസപുത്രനായിരുന്നു ദാവീദ്. ദൈവം ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു വിശുദ്ധ പാത്രം. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും ഉണ്ടായൊരു വലിയ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് വിശുദ്ധ വചനം പറയുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം അവിടെ 2-3 വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു. ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കണ്ടു.
വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കണ്ടു. ഊറിയായുടെ ഭാര്യയായ ബത്ശബയായിരുന്നു, അവൾ സുന്ദരിയായിരുന്നു. അവൾ കുളിക്കുന്നത് ദാവീദ് നോക്കിക്കാണുകയാണ്. ഈ കാഴ്ചയിലൂടെ വ്യഭിചാരത്തിന്റെ ദുർഭൂതം ദാവീദിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് നമുക്കൊക്കെ അറിയാം. ബത്ശബയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവളുമായി ദാവീദ് പാപം ചെയ്യുക. തന്റെ അകൃത്യം മറച്ചു വയ്ക്കുവാൻ ചതിയിലൂടെ ബത്ശബയുടെ ഭർത്താവായ ഊറിയാവിനെ ദാവീദ് കൊല്ലുകയാണ്. എന്തൊക്കെ സംഭവങ്ങളാണ് പിന്നീട് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാളുകൾ കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രവാചകനായ നാഥാനിലൂടെ പരിശുദ്ധാത്മാവ് ദാവീദിനോട് സംസാരിച്ചു. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ നാഥാൻ ദാവീദിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയാണ്, എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് ദാവീദേ, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. എത്രയോ വേദനാജനകമായ ഒരു കാര്യമാണ്. നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിഞ്ഞു പോവുകയില്ല. എന്താ ഈ തകർച്ചയുടെ കാരണം? ദാവീദിന്റെ ഒരൊറ്റ നോട്ടം. ഈ കണ്ണായിരുന്നു. ഈ കണ്ണ് പ്രിയമുള്ളവർ നമുക്ക് പിന്നീട് കാണാൻ പറ്റും. ദാവീദിന്റെ മകനായ അമ്നോൻ ദാവീദിന്റെ തന്നെ മകളായ താമാറുമായി വിചാരം ചെയ്യുന്നു. ദാവീദിന്റെ കുടുംബത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ അരങ്ങേറുന്നു. ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണത്? തിരുവചനം പഠിപ്പിക്കുകയാണ്, ദാവീദിനൊരു നോട്ടമായിരുന്നു. ഞാൻ ഈ വചനം പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരികയാണ്. നാളുകൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെന്നപ്പോൾ ഒരു സഹോദരി കാണുവാനായിട്ട് അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അവൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഡിയർ ബ്രദർ, പ്രിയ സഹോദര, ഞാൻ വർഷങ്ങളായി ഒരു പ്രത്യേക വിഷയത്തിൽ വല്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളോട് ചോദിച്ചു, എന്താ നിന്റെ വിഷയം, നിന്റെ പ്രശ്നം എന്താണ്? അവൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ മ്ലേച്ഛകരമായ പാപത്തിനു വേണ്ടി ഞാൻ ദുരുപയോഗിക്കുന്നു. അവൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദര, ഈ അടിമത്വത്തിൽ നിന്ന്, ഈ ദുർവൃത്തിയിൽ നിന്ന് എനിക്കൊരു വിമോചനം വേണം. ഇത് പറഞ്ഞ് ഈ സഹോദരി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാം. ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായി വേരി പിടിച്ചു കിടക്കുന്ന ഈ പാപ ദുശീലത്തിന് ഉത്തരം കർത്താവായ യേശുവിലുണ്ട്. ജീസസ് ഈസ് ദ ആൻസർ. യേശു ക്രിസ്തു നിനക്കുള്ള ഉത്തരമാണ്. ഇത് പറഞ്ഞ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലോട്ട് ഒരു ആലോചന തന്നു. വർഷങ്ങളായി ഇന്റർനെറ്റിലൂടെയൊക്കെ അശ്ലീലതകൾ കണ്ട് വ്യഭിചാര ദുർഭൂതത്തിന് ഇവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവളൊരു വാതിൽ തുറന്നിട്ടിരിക്കുക. അതിന് പ്രധാന കാരണം ഈ ഐക്യറ്റ കണ്ണിലൂടെ, കാഴ്ചയിലൂടെ അവൾ കണ്ട അശ്ലീലതകളിലൂടെ തിന്മ അവളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. അത് അവളുടെ ആത്മാവിനെ അശുദ്ധമാക്കി. ഞാൻ അവളോട് പറഞ്ഞു, സഹോദരി, ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ഈ ദുർവൃത്തിയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിമോചനം നീ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കണ്ണുകൾ നീ വിശുദ്ധമായി സൂക്ഷിക്കണം. അവൾ വളരെ ഹൃദയനുറുക്കത്തോടുകൂടി എന്നോട് പറഞ്ഞു, സഹോദര, ഞാൻ വർഷങ്ങളായി ശരിയാ അശ്ലീലത പുറകെ പോവുകയാണ്. നമ്മൾ വലിയൊരു IT കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥയൊക്കെയാ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ ആ സഹോദരി തീരുമാനമെടുത്തു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കരുണ അവളുടെ മേൽ ഒഴുകപ്പെട്ടു. വർഷങ്ങളായി ആ പാപബന്ധനത്തിന് പിടിയിലായിരുന്ന ആ സഹോദരിക്ക് കർത്താവായ യേശു ക്രിസ്തു പരിപൂർണമായ വിടുതൽ കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. വിശുദ്ധ ഡൊമിനിക് സാവിയോ എനിക്ക് ഇഷ്ടപ്പെട്ട തിരുസഭയിൽ വലിയൊരു വിശുദ്ധനാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ് ഡൊമിനിക് സാവിയോ. പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ വളരെ വെല്ലുവിളിയാണ് ഡൊമിനിക് സാവിയോ. 15-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായ ഡൊമിനിക് സാവിയോ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ പോയി. എന്നാൽ ഈ 15 വയസ്സ് വരെയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളെങ്കിലും ഉള്ള ജീവിതം തികഞ്ഞ വിശുദ്ധിയോടുകൂടിയുള്ള ജീവിതമായിരുന്നു. ഡോൺ ബോസ്കോയുടെ ഓഡിറ്ററിയിൽ നിന്ന് ഡൊമിനിക് സാവിയും കൂട്ടുകാരും പഠന സ്ഥലത്തോട്ട് പോവുകയാണ്. റോഡരികിൽ
പല പരസ്യ ബോർഡുകളുമുണ്ട്. വൃത്തികെട്ട മ്ലേച്ഛതയുള്ള അങ്ങനെയുള്ള ബോർഡുകള്, പോസ്റ്ററുകള് ഇതെല്ലാം അങ്ങും ഇങ്ങും ഒട്ടിച്ചു വെച്ചിരിക്കുക. ഡൊമിനിക് സാവിയുടെ കൂടെയുള്ള മറ്റു പല കൂട്ടുകാരും ഇതെല്ലാം കണ്ട് രസിച്ച് അവരിങ്ങനെ ഉല്ലസിച്ച് ത്രില്ലടിച്ചിങ്ങനെ പോവുക. എന്നാൽ ഡൊമിനിക് സാവിയോ മാത്രം വളരെ കണ്ണടക്കത്തോടു കൂടെ അവൻ തന്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലോട്ട് വരുത്തി വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവൻ മുന്നോട്ട് പോയിരുന്നത്. ഒരു ദിവസം ഡൊമിനിക് സാവിയുടെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്താണ് ഇതൊന്ന് നോക്കി കാണാത്ത? എന്തൊരു രസ, ഇതെന്തൊരു ഉല്ലാസമാണ്, നിനക്കിതൊക്കെ നോക്കി കണ്ടുകൂടെ? ഉടനെ ഡൊമിനിക് സാവിയോ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നമ്മുടെ ഈ കണ്ണുകൾ ഇത് വലിയൊരു വാതിലാണ്. ഈ വാതിലിലൂടെ നന്മയും തിന്മയും നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നു. രണ്ടും നമ്മളെ സ്വന്തമാക്കാൻ, നന്മ നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ തിന്മയും നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നന്മയായിട്ടുള്ള മാത്രമേ കാണുകയുള്ളൂ. എന്റെ ആത്മാവിനെ അശുദ്ധമാക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും ഞാൻ അനുവദിക്കില്ല. കാരണം എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് എന്റെ ഈശോ, എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് സ്വർഗം, എന്റെ നിത്യജീവൻ എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരൻ പറഞ്ഞ മറുപടിക്ക് ഉത്തരം കൊടുക്കുകയാണ്. വളരെ കണ്ണടക്കത്തോടുകൂടി വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ അത്ഭുത ബാലൻ മുന്നേറി. അതുകൊണ്ട് എന്താ, തിരുസഭയിൽ വലിയൊരു വിശുദ്ധനായി ഡൊമിനിക് സാവിയായ കർത്താവ് ഉയർത്തി. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ വിജയം വേണോ? നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ? പഠിക്കുന്ന എന്റെ വിദ്യാർത്ഥികളെ, നിങ്ങളെ പഠന മേഖലയിൽ നിങ്ങൾക്ക് ഉന്നതമായ വിജയം വേണോ? നിങ്ങളുടെ ജീവിതം സക്സസ് ആകണോ? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഭാവി നിങ്ങൾക്ക് സ്വന്തമാക്കണോ? നിങ്ങളുടെ കണ്ണുകളെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. വീണ്ടും ദാവീദിന്റെ ജീവിതത്തോട്ട് നമുക്കൊന്ന് വരാം. തന്റെ അശ്രദ്ധ നിറഞ്ഞ നോട്ടം മൂലം തനിക്കുണ്ടായ ആ വലിയ അപകടത്തിൽ നിന്ന് ദാവീദ് ചില പാഠങ്ങൾ പഠിച്ചു. തുടർന്ന് 16-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ ദാവീദ് പറയുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ദാവീദിനോട് ചോദിക്കിനി, ദാവീദേ, നിനക്ക് എന്താ കാണേണ്ടത്? ഈ ലോകമാണോ? ഈ ലോകത്തിന്റെ സൗന്ദര്യമാണോ? ദാവീദ് പറയും, എന്റെ കൺമുൻപിൽ എപ്പോഴും എന്റെ കർത്താവുണ്ട്. ഹല്ലേലൂയ. ദാവീദിന് ഇനി കാണേണ്ടത് ഈ ലോകമല്ല, ദാവീദിനെ കാണേണ്ടത് തന്റെ കർത്താവിനെയാണ്. പ്രിയ ദൈവമക്കളെ, ഈ വചന ശുശ്രൂഷയിൽ ഞാനും നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് മുൻപിൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുക, ഒരു സഹോദരനായി നിങ്ങൾ എന്നെ പരിഗണിക്കണം പ്ലീസ്. സ്നേഹത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ തീരുമാനമെടുക്കാൻ പറ്റും? കർത്താവേ, ഇനി എന്റെ കണ്ണുകളെ ഞാൻ വിശുദ്ധിയോടെ സൂക്ഷിക്കും. അശ്ലീലതകൾ, മ്ലേച്ഛതകൾ, അനാവശ്യമായ സിനിമകൾ, സീരിയലുകൾ, ആഭാസ സംഗീതങ്ങൾ ഇത് കണ്ട് ഞാൻ എന്റെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ല എന്ന് എത്ര പേർക്ക് ഈ ശുശ്രൂഷ വഴി തീരുമാനമെടുക്കാൻ പറ്റും? അപ്രകാരമുള്ള മക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഹെബ്രായ പുസ്തകം 12:2 പറയുന്നു, അവിടെ ഹെബ്രായ ലേഖന കർത്താവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടുവാൻ. കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമ്മൾ കർത്താവിൽ ഫിക്സ് ചെയ്യണം. ജീസസ്, നമ്മുടെ കണ്ണുകളെ നമ്മൾ സ്വർഗത്തിൽ ഫിക്സ് ചെയ്യണം. നമ്മുടെ കണ്ണുകളെ നന്മയായിട്ടുള്ളതിൽ മാത്രം നമ്മൾ ഉറപ്പിക്കണം. അതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റുവാൻ നമ്മൾ ഒന്നിനെയും അനുവദിക്കരുത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എടുത്തൊരു തീരുമാനമാണ്. സിനിമകള്, ഞാൻ 15 വർഷമായി ഒരു സിനിമ കണ്ടിട്ട്, ഗ്ലോറി ടു ഗോഡ്, എനിക്ക് മഹത്വം കിട്ടാനല്ല, സിനിമ കാണുന്ന അത്ര വലിയ മാരകഭാവമൊന്നല്ല, പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ, ഒരു സീരിയൽ കാണുമ്പോൾ, ഈ ലോകത്തിൽ ചില വെറിക്കൂത്തുകൾ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും അൽഫോൺസയും വിശുദ്ധ കൊച്ചുത്രേസ്യയും ജീവിച്ചിരുന്നെങ്കിൽ അവരിതൊക്കെ കാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തുറന്നു പറയാതെ അവരിത് കാണോ? എങ്കിൽ എന്തുകൊണ്ട് സഹോദര സഹോദരി, എന്തുകൊണ്ട് നിന്റെ കണ്ണുകളെ വിശുദ്ധിയോട് സൂക്ഷിച്ചുകൂടാ? തീരുമാനമെടുക്ക്. സിനിമ, സീരിയല്, അശ്ലീലം നിറഞ്ഞ ചിത്രീകരണങ്ങളെല്ലാം കർത്താവ് ഞാനിത് വെറുത്തുപേക്ഷിക്കുന്നു.
എന്റെ നിത്യജീവനെ അപകടപ്പെടുത്തുന്ന എല്ലാറ്റിനോട് ഞാനിത് നോ പറയുന്നു. ഈ ഒരു സമർപ്പണത്തിലോട്ട് നീ വാ. കർത്താവിന്റെ കരം നിന്റെ മേൽ വരും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനപ്രഘോഷകനാണ് ബ്രദർ തോമസ് പോൾ. വർഷങ്ങൾക്ക് മുമ്പ് തോമസ് പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ സീരിയല് കണ്ടോ? നിങ്ങൾ 2 മണിക്കൂർ സീരിയല് കണ്ടോ? ഇത് തോമസ് പോൾ ബ്രദർ പറയുമ്പോൾ നമ്മുടെ ജനത്തിനെ എന്തെന്നില്ലാത്തൊരു ആനന്ദ. സീരിയല് കാണാലോ, ദൈവമേ, ധ്യാനം കൂടിയാലും സീരിയലൊക്കെ വല്ലപ്പോഴും കാണാലോ. ഇവിടെ തോമസ് പോൾ പറയും, 2 മണിക്കൂർ സീരിയൽ കാണുന്നവർ 4 മണിക്കൂറെങ്കിലും, മിനിമം 4 മണിക്കൂറെങ്കിലും കണ്ട കാര്യങ്ങൾ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. ഇത് കേൾക്കുമ്പോൾ അനേകയുടെ മുഖം പോവും. എന്താണ് അർത്ഥം? എന്തിനത്ര കഷ്ടപ്പെട്ട് കാണണം മക്കളെ? ഈ സിനിമയും ഈ സീരിയലും ഈ ആഭാസതര സംഗീതങ്ങളും നൃത്തങ്ങളും കാണുന്നതിലൂടെ എൻ്റെ പൊന്നു സഹോദരൻ, നിനക്ക് എന്താ കിട്ടണേ? നിന്റെ ജീവിതത്തിൽ വല്ല നന്മയും കിട്ടുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല നന്മയും കിട്ടുന്നുണ്ടോ? അവർ പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും അശുദ്ധിയിലേക്കും വഴിവിട്ട ലൈംഗികതയിലേക്കും പോകുന്നല്ലാതെ വല്ല നന്മയും കിട്ടുന്നുണ്ടോ? നിങ്ങൾ പറ. ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കുക. നിങ്ങൾ പറ. എത്ര കൃത്യ കർത്താവിന്റെ വാക്കുകൾ. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കുടുംബം പ്രകാശിക്കും, നമ്മുടെ കൂട്ടായ്മകൾ പ്രകാശിക്കും, നമ്മുടെ സഭ സമൂഹങ്ങൾ പ്രകാശിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രകാശിക്കണോ? നമ്മുടെ യുവജനങ്ങൾ പ്രകാശിക്കണോ? നമ്മുടെ ദമ്പതികൾ ദൈവസ്നേഹത്തിൽ പ്രകാശിക്കണോ? നമ്മുടെ സമർപ്പിതരും ബഹുമാനപ്പെട്ട വൈദികരും ദൈവ സാന്നിധ്യത്താൽ പ്രകാശിക്കണോ? കണ്ണിനെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ദൈവമക്കളെ, കർത്താവിന്റെ ഈ പ്രബോധനം നമ്മൾ മനസ്സിലാക്കുക. കണ്ണടക്കത്തോടെ, വിശുദ്ധിയോടെ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ശരീരത്തെ, എന്തിന് നമ്മുടെ ജീവിതം മുഴുവനെയും നമുക്ക് കർത്താവിനായി സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആദ്യസഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി